ಕನ್ನಡ ಗೊತ್ತಾಯ್ದ ಮಗ. Hey, what's up? What, da? Hey, come, da. What you doing, da? ചേസിന്റെ ഫസ്റ്റ് സെലിബ്രിറ്റിയാണ്. If you get an option to pick some other characters in Chatta Pacha, so ഏത് ക്യാരക്ടർ ആയിരിക്കും എടുക്കുക? ബെട്രിയുടെ ക്യാരക്ടർ, റോഷൻ ചെയ്ത ക്യാരക്ടർ. ഇവന്മാരോരോന്ന് തുടങ്ങി വെക്കുകയും ചെയ്യും, ബാക്കിയെല്ലാം കഷ്ടപ്പെട്ടെടുത്തോണ്ടാകും. ഇഷാൻ ഷൗക്കത്ത് ആൻഡ് അദ്വൈത് നായർ. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹിറ്റ് ഓഫ് ചെയ്തു. ഞങ്ങളെല്ലാവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുറേ സങ്കടവും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്തു. എക്സിറ്റ് എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു. ട്രോള് ചെയ്യുവാണ് ആ വ്യക്തി, കറക്റ്റ് ഒരു അനിമൽ ഫ്ലോ പോലെ. ആ ക്യാരക്ടർ രണ്ട് കാലമേ നടക്കാൻ പഠിച്ചിട്ടില്ല ഒരിക്കലും. അപ്പോൾ അവിടെയുള്ള പല്ലിയും അല്ലെങ്കിൽ അവിടെയുള്ള എലിയും അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കണ്ടാണ് ഇയാൾ നടക്കാൻ പോലും പഠിച്ചത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ ആയിരിക്കും. വണ്ടി സർവീസ് ചെയ്യുന്ന കാര്യമല്ലേ, ശരിക്കും അടിക്കണ കാര്യം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ ക്യാരക്ടർ കുറച്ചുകൂടെ ബിൽഡ് ആവുന്നത്. വാസ് ഇറ്റ് റിയലി ചലഞ്ചിങ് ഫോർ യു? ബ്രോ, അത് ഇറ്റ് വാസ് ഈസി. ബ്രോ ഒരു ട്രെയിനർ ആയതുകൊണ്ട് ഐം ഷുവർ യു നോ ഇറ്റ്സ് നോട്ട് എസ്പെഷ്യലി വെൻ യു ഡൂയിങ് ഇറ്റ് നാച്ചുറലി. അത് ഭയങ്കര ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഈ ഒരു പടത്തിന് ഈ പടം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു 2025 വേറെ ഐ തിങ്ക് ആഫ്റ്റർ മാർച്ച് വേറെ പടമൊന്നും പിടിച്ചില്ല. കലോറി ട്രാക്ക് ചെയ്തൊക്കെ ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണോ? അതെ ട്രാക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു. ഏതെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ അങ്ങനെ ഉണ്ടാവും നമുക്ക്. അത് ഒന്നുകൂടെ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്ന പല മൊമെൻറ്റ്സ് ഉണ്ടാവും. ശരിക്കും ദുബായിലെ തിയേറ്ററിൽ വന്ന ഓഡിയൻസിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് ക്രൂ ആണെന്നുള്ളത്. എല്ലാവരും മറ്റേ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. പക്ഷേ തിയേറ്ററിൽ പടം തുടങ്ങിയത് എല്ലാവരും അലമ്പായി, വേറൊരു അലമ്പ്. മീറ്റിങ്ങിന് മമ്മൂക്ക പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ഹാർഡ് വർക്ക് ദാറ്റ് യു പുട്ട് ടു ബിൽഡ് ദ ബോഡി. മമ്മൂക്കായിട്ട് ഒബ്വിയസ്ലി ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ദറ്റ് നമ്മൾ അതിപ്പോൾ എത്ര ചെയ്താലും മതിയാവാത്ത ടൈപ്പ് ഒരു സാധനമാണ്. ഒരു ഹോസ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു നല്ലൊരു ഇന്റർവ്യൂവിന്റെ ഗുഡ് പാരാമീറ്റേഴ്സ്? ഒരു ഹൊറർ പടം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഈ ഇടയ്ക്ക് മറ്റേ കോമഡി അടിക്കുന്നവന്മാർക്ക് അത് ദേ ഡോണ്ട് ഗെറ്റ് ദ ഫാക്ട് ദറ്റ് ആ ഒരു എക്സ്പീരിയൻസിനാണ് നിങ്ങൾ അത് നശിപ്പിക്കുന്നത് എന്നുള്ളത്. വിശാഖ് നായർ, വെൽക്കം ടു GS Fit. താങ്ക് യു. GS Fitന്റെ ഫസ്റ്റ് സെലിബ്രിറ്റിയാണ്. സോ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഗ്രാൻഡ് സക്സസ് ആണ് ചത്താ പച്ച. വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? വെരി താങ്ക്ഫുൾ, വെരി ഗ്രേറ്റ്ഫുൾ. ഭയങ്കര ഓവർവെൽംഡ് ആണ്. നമ്മളാരും ഈ ഒരു ലെവലിലേക്കുള്ള റിസപ്ഷൻ കിട്ടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് വി ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ്. അപ്പോൾ അത് കിട്ടിയതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. സോ ഫാർ സോ ഗുഡ്. ടച്ച് വുഡ്. വേൾഡ് വൈഡ് റിലീസാണ്. സോ നിങ്ങൾ പ്രൊമോഷനും കാര്യമായിട്ട് നിങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പോകുന്നുണ്ട്. സോ എല്ലായിടത്തും നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? ഭയങ്കര നല്ല റെസ്പോൺസാണ്. പലർക്കും അതിൻ്റെ ഒരു നൊസ്റ്റാൾജി ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആക്ഷൻ, ദ ഫൈറ്റ് കൊറിയോഗ്രഫി, റിങ്ങിനകത്തുള്ള സീക്വൻസസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് പറയുന്ന സീക്വൻസസ്. ആൻഡ് ഓഫ് കോഴ്സ് ചെറിയനെ കുറിച്ച് ആൾക്കാർക്ക് വളരെ നല്ലൊരു അഭിപ്രായം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഈസ് നമ്മൾ ചെയ്ത പണിക്കുള്ള ഒരു റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു ഹൈയിലിരിക്കുകയാണ് എല്ലാവരും. ഇന്റർവ്യൂകളിൽ പറയുന്നുണ്ടായിരുന്നു ശരിക്കും ഞാൻ വളർത്തിയെടുത്തൊരു ക്യാരക്ടറാണ് ചെറിയാൻ എന്നുള്ളത്. ശരിക്കും ഇനീഷ്യൽ ഫേസിൽ ഇത്രയും ഇല്ലായിരുന്നു ചെറിയാൻ എന്നൊരു ക്യാരക്ടർ? ഇല്ല. ആദ്യം ഈ സ്ക്രിപ്റ്റായിട്ട് അദ്വൈതൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടറിന് ഇത്രയും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസൻറ്റ് ആസ് വെൽ ഡെവലപ്ഡ് ക്യാരക്ടർ. പിന്നെ ഓവർ മെനി ഡിസ്കഷൻസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ജാമൊക്കെ ചെയ്ത് ഇതിൻ്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായ ഷിഹാനും അദ്വൈത്തും ഞാനൊക്കെ കൂടെ ഡിസ്കസ് ചെയ്താണ് പിന്നെ ഒരു പോയിന്റിലേക്ക് ഇതിനെ ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് എത്തിച്ചത്. ബട്ട് ക്രെഡിറ്റ് ടു അദ്വൈത്. കാരണം അവൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെയും അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ ഇംപ്രവൈസേഷനിലൂടെയാണ് ആ ക്യാരക്ടർ ഉണ്ടായത്. പിന്നെ ഓൾസോ ഓൺ സെറ്റ് നമുക്ക് കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും കൈ നേടാനും ഇംപ്രവൈസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്പേസൊക്കെ അവർ ഒരുക്കി തന്നു, വിച്ച് ഐ തിങ്ക് റിയലി ഹെൽപ്ഡ്. ആ ക്യാരക്ടറിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇത്രയും നാളിന് ശേഷം ഈ സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ കറക്ഷൻസ് ആ ക്യാരക്ടറിൽ കൊടുക്കാവരും തോന്നുമായിരുന്നോ? ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അതത്രയും നമുക്ക് എന്താ പറയുക അങ്ങനെ അനലൈസ് ചെയ്യാറുള്ളതായിട്ടില്ല. നമ്മളിപ്പോഴും ആ ഒരു ഹൈയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ പല പടങ്ങളിലും നമ്മളിപ്പോൾ ചെയ്ത ആക്ച്വലി എവറി ഫിലിം ഏതെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ അങ്ങനെ ഉണ്ടാവും നമുക്ക്. അത് ഒന്നുകൂടെ എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്ന പല മൊമെൻറ്റ്സ് ഉണ്ടാവും. ഐ എം ഷുവർ ചത്താ പച്ചയിൽ ഇനിയിപ്പോൾ മേ ബി OTT വന്നിട്ട് ഒന്നുകൂടെ നമ്മളിങ്ങനെ ക്രിട്ടിക്കലായിട്ട് കാണുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ തോന്നിയേക്കാം. ബട്ട് ആസ് ഓഫ് നൗ നമ്മൾ ആ ഒരു ഓൺ ക്ലൗഡ് 9 എന്ന് പറയുന്ന ഒരു സോണിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജിങ്സ് ചെയ്യാൻ പോയില്ല അതിനെ.
സോ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ആ ക്യാരക്ടർ കുറച്ചുകൂടെ ബിൽഡ് ആവുന്നത്. കുറച്ച് ഈവിൾ മൈൻഡുള്ള, കുറച്ച് മാനിപ്പുലേറ്റിംഗ് മൈൻഡുള്ള, അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് ക്യാരക്ടർ മാറുന്നുണ്ട്. വാസ് ഇറ്റ് റിയലി ചലഞ്ചിങ് ഫോർ യു? അല്ല, അത് ഐ ഡോണ്ട് തിങ്ക് ആ ഒരു ചേഞ്ച് എന്നുള്ള രീതി നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഓവർ ഇൻ്റലക്ച്വലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ആലോചിക്കുകയോ ചെയ്തില്ല. ദി അപ്രോച്ച് വാസ് ആ ക്യാരക്ടറിനെ ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്, ക്യാരക്ടറിന് ഫൗണ്ടേഷൻ, അതായത് അയാൾ ആരാണ്, എന്തും കൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത്, അയാളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് എന്താണ്, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമ്പോൾ പിന്നെ ദെൻ യു നോ ഹൂ ദിസ് പേഴ്സൺ ഇസ്. പിന്നെ അയാൾ ഏത് സിറ്റുവേഷനിലേക്ക് ഇട്ടാലും നമുക്ക് അതിനനുസരിച്ച് ഇയാൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻറ്റുവേഷൻ നമുക്ക് കിട്ടും. സോ ഇറ്റ് വാസ് ഇൻ ചാലഞ്ചിങ്, ബട്ട് ഐ ഫീൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ സീൻ അങ്ങനത്തെ ഒരു സീനായിരുന്നു. റോഷനും ഞാനും അർജുനും ഇഷാനും എല്ലാവരും ഉള്ള ഫുൾ കാസ്റ്റ് എല്ലാവരും ഉള്ള ഒരു സീനുണ്ട്. ആ ഒരു ഓഡിഷൻ ഹാളിൽ ഇവന്മാർ തമ്മിൽ ആ ഒരു ഫൈറ്റ് ഞാൻ അനൗൺസ് ചെയ്യുകയും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. ബിക്കോസ് ദി എൻറ്റയർ ക്ലൈമാക്സ്, ദ തേർഡ് ആക്ട് ഓഫ് ദ ഫിലിം ഡിപ്പെൻഡൻ ഓൺ ദാറ്റ് സീൻ. അപ്പോൾ അത് ലാൻഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആൻഡ് ആസ് ഇസ് ദ കേസ് വിത്ത് മോസ്റ്റ് ഫിലിംസ്, നമുക്ക് ആ സീൻ ഷൂട്ട് ചെയ്യാൻ വളരെ ചെറിയൊരു സമയം മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 2-3 hours കൊണ്ട് നമ്മൾ അടിച്ച് തീർത്ത ഒരു സീനാണ്. ബട്ട് താങ്ക്ഫുള്ളി ബിക്കോസ് ഇവരൊക്കെ ഗംഭീര ആക്ടേഴ്സാണ്, അത്രയും നല്ലൊരു ടെക്നിക്കൽ ടീമുമാണ്. അപ്പോൾ അതുകൊണ്ട് എവ്രി വൺ ഇസ് ഓൺ ദ ടോസ് ആൻഡ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. But yeah, I think that was the most challenging thing about that whole second half ഉണ്ടാവുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ ഏറ്റവും ചാലഞ്ചിങ് പോർഷൻ അതായിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫിൽ ആ ഫൈറ്റ് സീനിലായിരിക്കും ബോഡി റിവീൽ ചെയ്യുന്നത്. സോ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ആ റിപ്ഡ് ആയിട്ടുള്ള ബോഡിയിലേക്ക് വരാൻ. ആൻഡ് ടു ബി ഫ്രാങ്ക്, യു ആർ സോ റിപ്ഡ്. Yeah, thank you, bro. It wasn't easy. I mean, bro, ഒരു ട്രെയിനർ ആയതുകൊണ്ട് I'm sure you know it's not, especially when you're doing it naturally, അത് ഭയങ്കര ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ഈ ഒരു പടത്തിന് പടം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു 2025 വേറെ ഐ തിങ്ക് ആഫ്റ്റർ മാർച്ച് വേറെ പടമൊന്നും പിടിച്ചില്ല. കാരണം അത്രയും തന്നെ സമയം വേണ്ട ഒരു പരിപാടിയായിരുന്നു. സോ ഇറ്റ് വാസ് ക്രെഡിറ്റ് ടു മൈ ട്രെയിനർ. അവൻ്റെ പേര് ഷാമിൻ എന്നാണ്. അവൻ്റെ ഒരു ഗൈഡൻസും അവൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെത്തഡോളജിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവൻ പവർ ലിഫ്റ്റിങ്ങിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഹി ഡസ് ഹൈപ്പർട്രോഫി ആൻഡ് എവറിത്തിങ്. പക്ഷേ ഇപ്പോൾ അവൻ പവർ ലിഫ്റ്റിംഗ് അതിൻ്റെ ഒരു ട്രെയിനിങ് മെത്തഡോളജി എന്നുള്ള കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ ഹൈപ്പർട്രോഫി വർക്കിലേക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ RP എന്നുള്ള കോൺസെപ്റ്റ് ലൈക്ക് വാട്ട് ഈസ് ദാറ്റ് മീൻ എന്നുള്ളൊരു സാധനമൊക്കെ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് ഈ ചുമ്മാ വെയിറ്റ് കൂട്ടുക, ചുമ്മാ ഒരു 100 പുഷപ്പ് അടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റാൻഡം അപ്രോച്ച് ആയിരുന്നില്ല, വളരെ സിസ്റ്റമാറ്റിക്. ഇടയ്ക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു, ടൈലർ മെയ്ഡ് പ്രോഗ്രാം, ഇടയ്ക്ക് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ അതിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു സാധനമായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഫ്രം ഡേ വൺ വി റിയലൈസ് ഓക്കെ, ഞാൻ പണ്ടുതൊട്ടേ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ദീസ് ആർ ദ തിങ്സ് ദറ്റ് വി നീഡ് ടു വർക്ക് ഓൺ ടു മേക്ക് ഇറ്റ് ലുക്ക് ബിഗർ ഓർ ബെറ്റർ. ആ ഒരു ഫിസിക്കിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാനുള്ള ഏരിയാസ് ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ 2-3 സ്ഥലങ്ങൾ ലൈക്ക് ഡെൽറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇസ് വൺ മേജർ തിങ്. ഡെൽറ്റ്സ് കൂടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വി ടേപ്പർ പരിപാടി കുറച്ചും കൂടെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. ബിക്കോസ് വി ഹാഡ് ടൈം കൺസ്ട്രെയിൻസ്. ഇങ്ങനെ ഒരു കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലൂടെ തന്നെ അതിനെ അപ്രോച്ച് ചെയ്തു. ബട്ട് ഐ മീൻ റിമൂവിങ് ദ ഷർട്ട് ഇൻ ദാറ്റ് ലാസ്റ്റ് സീൻ, കാരണം നമുക്ക് ബ്രോ പറഞ്ഞ പോലെ വേറെ ഒരു സീനിലും ഇയാളുടെ ഒരു ബോഡി ഷോയോ ഇയാളുടെ ഒന്നും ഇല്ല. ബട്ട് ഇൻ ദ ഫിലിം ചെറിയ എന്നുള്ള ക്യാരക്ടർ ഒരു ട്രെയിനറാണ്. അയാൾ ഇങ്ങനെ ബോഡി ഷോസ് ഒക്കെ നടത്തുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആൻഡ് ഈസ് എൻ ഈഗോട്ടിസ്റ്റ്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു മനുഷ്യനാകുമ്പോൾ നല്ല ബോഡി സ്പോർഫിയൊക്കെ ഉള്ളൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീൽ ഡെഫിനറ്റ്ലി വോണ്ട് ടു ലുക്ക് എ സർട്ടൻ വേ അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ടൈം. അപ്പോൾ ആ പീക്ക് ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് റിയലിസ്റ്റിക്കലി ഇയാൾ ഇങ്ങനത്തെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ആ സീനിലേക്ക് എത്തുന്നവരെ കുറച്ച് വാസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട്. കാരണം ലൈക്ക് അഗൈൻ ബിക്കോസ് ഒരു ട്രെയിനർ ദാറ്റ് നമുക്കിപ്പോൾ ഇന്നാണ് ആ സീനെങ്കിൽ ഫോർ ദ ലാസ്റ്റ് T-7 days തൊട്ട് നമ്മൾ നമ്മുടെ കട്ടിൽ നിന്ന് മാറി ഒരു പീക്ക് വീക്കിലേക്ക് പോയി അതിനുള്ള അനുസരിച്ച് ബോഡീനെ ഹാക്ക് ചെയ്ത് കാർബ്സ് കയറ്റി. സോ ദാറ്റ് ഹോൾ തിങ് വാസ് വെരി ന്യൂ ടു മീ. ഒരു എക്സാക്ട് ഒരു ബോഡി ബിൽഡിംഗ് ഷോയ്ക്ക് വേണ്ടി ഇറങ്ങാൻ വരുന്ന അതേ പ്രൊസീജിയറിലേക്ക് പോകണം. അതെ. ബട്ട് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. വാട്ടർ കട്ട് അങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും പോയില്ല, കാരണം ആക്ഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അതുകൊണ്ട് ചെയ്താൽ നമ്മൾ തലയിറങ്ങി. അപ്പോൾ അതുകൊണ്ട്
അപ്പോൾ അത് ചെയ്തില്ല, സോൾട്ട് മനിപ്പുലേഷൻ അങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും പോയില്ല. ബട്ട് താങ്ക്ഫുള്ളി ഒരു ഗുഡ് ഫാറ്റ് പെർസെൻറ്റേജിലേക്ക് എത്തിക്കാൻ പറ്റി. പറഞ്ഞു വന്നാൽ ഇപ്പോൾ കറക്റ്റ് ഏകദേശം ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് വേണ്ട എല്ലാ പ്രൊസീജിയറും പഠിച്ചു. ഇപ്പം എല്ലാം പക്കേ. ഇനിയിപ്പോൾ എല്ലാം നാച്ചുറൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കയറാം. കലോറി ട്രാക്ക് ചെയ്തൊക്കെ ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണോ? അതെ. ട്രാക്കിംഗ് പ്രോപ്പറായിട്ട് ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു. ഒരു 6-7 months വളരെ റിലീജിയസ് ആയിട്ട് എവറി സിംഗിൾ മീൽ എവറി മോർസൽ ഭയങ്കരമായിട്ട് വാച്ച്ഫുള്ളായിട്ട് കാലറി ട്രാക്ക് ചെയ്ത് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിനു മുന്നേ നമ്മൾ തടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു എസ്തെറ്റിക് ഫിസിക്കിന് വേണ്ടി ആയിരുന്നില്ല. ഐ വാസ് പ്ലേയിങ് എ ഡ്രഗ് ആഡിക്റ്റ് വൺസ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ക്രിസ്റ്റി കുറച്ച് ബൾക്കാവണം. ബൾക്ക് മാത്രമല്ല, ഐ തിങ്ക് ഹീസ് എ ഗാങ്സ്റ്റർ, ബട്ട് ഹീസ് ഓൾസോ എ ഡ്രഗി. അപ്പോൾ ഒബ്വിയസ്ലി പുള്ളിയുടെ ബോഡിയിൽ അങ്ങനത്തെ ഒരു മസിൽ ടെൻഷൻ കുറവായിരിക്കും. അപ്പോൾ ഈ ഷുഡൻ ബി അത്രയും ഡിഫൈൻഡ് ആയിരിക്കരുത്. വേറൊരു പടത്തിൽ ഹാഡ് ടു പ്ലേ ഒരു കാനബിൾ ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ്. അപ്പോൾ പുള്ളി ഈസ് ഓൺലി ഓൺ എ മീറ്റ് ഡയറ്റ് ആൻഡ് ഹി ഓൾസോ ഹാസ് ടു ലുക്ക് എ സർട്ടൻ വേ. പിന്നെ വേറെ പടത്തിന് വേണ്ടി വെയിറ്റ് കൂട്ടേണ്ടി വന്നു. പക്ഷെ അതൊന്നും ഇങ്ങനെ അളന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ആ പടത്തിലൊന്നും. ആ പ്രപ്പിലൊന്നും അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ആൻഡ് ദിസ് ഇസ് നോട്ട് ഈസി. ഇത് ഇപ്പോൾ ഒരു ഡെയിലി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് സയൻറ്റിഫിക്കലി സൈക്കോളജിക്കലി കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സിറ്റ് എന്ന് പറഞ്ഞ പടം കണ്ടായിരുന്നു. സ്ക്രോൾ ചെയ്യുകയാണ് ആ വ്യക്തി, കറക്റ്റ് ഒരു അനിമൽ ഫ്ലോ പോലെ. അതെ, അത് ഫിസിക്കലി ഭയങ്കര സ്ട്രെയിൻഫുൾ ആയിരുന്നല്ലേ? അത് നല്ല സ്ട്രെയിൻഫുൾ ആയിരുന്നു. റൈറ്റ്, അത് തന്നെയാണ് അനിമൽ ഫ്ലോ തന്നെയാണ്. അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു 3 months നമ്മൾ അനിമൽ ഫ്ലോ ഫോക്കസ് ചെയ്ത് ഒരു പ്രെപ്പായിരുന്നു മെയിൻലി. ബിക്കോസ് ആ ക്യാരക്ടർ 2 കാലമേ നടക്കാൻ പഠിച്ചിട്ടില്ല ഒരിക്കലും. അപ്പോൾ അവിടെയുള്ള പല്ലിയും അല്ലെങ്കിൽ അവിടെയുള്ള എലിയും അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കണ്ടാണ് ഇയാൾ നടക്കാൻ പോലും പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി 4 കാലമേ നടക്കണം. അതിൻ്റെ സ്ട്രെയിൻ വേറെയാണ്. ലോവർ ബോഡി ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആവണം, എന്നാലേ അത് നടക്കുള്ളൂ. ആൻഡ് ഐ ഹാവ് എൻ ഇഞ്ചുറി ലോവർ ബോഡിയിൽ. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ കുറച്ചധികം പെയിൻഫുൾ ആയിരുന്നു ആ പരിപാടി. ബട്ട് ഐ മീൻ അറ്റ്ലീസ്റ്റ് ബ്രോ ആ പടം കണ്ടല്ലോ. യു വൺ ഓഫ് ദ 10 people who've seen that film, I suppose. So thank you. ചെറിയാണെന്നൊരു ക്യാരക്ടർ എടുക്കാതിരുന്നാൽ, സോ ഇഫ് യു ഗെറ്റ് ആൻ ഓപ്ഷൻ ടു പിക്ക് സം അതർ ക്യാരക്ടേഴ്സ് ഇൻ ചത്താപ്പച്ച, സോ ഏത് ക്യാരക്ടർ ആയിരിക്കും എടുക്കുക? പ്രോബബ്ലി വെട്രിയുടെ ക്യാരക്ടർ, റോഷൻ ചെയ്ത ക്യാരക്ടർ അതായിരിക്കും എടുക്കാൻ എനിക്ക് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കുറച്ച് നല്ല ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്, ഒരു ഡാർക്ക് പാസ്റ്റ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അത് നൈസായിരിക്കും തോന്നുന്നു. ചത്താപ്പച്ചയുടെ ഇൻ്റർവ്യൂവിൽ എല്ലാം കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഞാനും ചോദിക്കാൻ പോകുന്നത്. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് മമ്മൂക്ക? മമ്മൂക്കായിട്ട് ഒബ്വിയസ്ലി ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ദറ്റ് നമ്മൾ അതിപ്പോൾ എത്ര ചെയ്താലും മതിയാവാത്ത ടൈപ്പ് ഒരു സാധനമാണ്. കാരണം എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിക്കാൻ കിട്ടും. എവറി ടൈം യു മീറ്റ് ഹിം, നമുക്ക് ആ ഒരു ഓറ, ആ ഒരു ആ ഒരു വട യു കോൾ ഇറ്റ്, ആ ഒരു തേജസ് അതെത്ര കിട്ടിയാലും എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. ആൻഡ് ദെർസ് ഓൾവേസ് സംതിങ് ടു ലേൺ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇതിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ബിക്കോസ് ഓഫ് വാട്ട് എവർ റീസൺസ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് സിനിമയിലേക്ക് വന്ന് ഒരു ചെറിയൊരു സ്കെഡ്യൂൾ ഫോർ പേട്രിയറ്റ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്തായിരുന്നു ഞങ്ങളുടെ സിനിമ. അപ്പോൾ ഞങ്ങളും അവിടെ നിൽക്കുമ്പോൾ വി വർ ഓൾ വെരി എക്സൈറ്റഡ് ടു സീ വാട്ട് മമ്മൂക്ക ഈസ് ഗോയിങ് ടു ഡു. അപ്പോൾ ആ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞ ഉടനെ തന്നെ ഐ റിമെമ്പർ ദി എൻറ്റയർ സെറ്റ് അപ്പം തന്നെ ബ്രോക്കൺ ടു അപ്ലോസ്. ആൻഡ് അവർക്കൊക്കെ ഭയങ്കര ഒരു റിലീഫ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ഇറ്റ് വാസ് എ വെരി പേഴ്സണൽ തിങ് എല്ലാവർക്കും. കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിച്ചാണല്ലോ ഫോർ ഒരു സ്പീഡി റിക്കവറി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് പൂർണ്ണ ഹെൽത്തോടെ തിരിച്ച് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റും ഒരു റിലീഫും ഒരു സന്തോഷവും ഒരു പ്രൈഡൊക്കെ തോന്നിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇങ്ങനെ മമ്മൂക്ക പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ദ ഹാർഡ് വർക്ക് ദാറ്റ് യു പുട്ട് ടു ബിൽഡ് ദ ബോഡി. നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതായത് പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളി പോലും ഒരിക്കലും അത്രയും ചെയ്യില്ല, അത്രയും എഫേർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. സോ അതൊരു അത്രയും വലിയൊരു ഗ്രേറ്റ് ആക്ടറിൻ്റെ അടുത്ത് അത്രയും വലിയൊരു അപ്രിസിയേഷൻ കേൾക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ദാറ്റ്സ് ഓൾസോ ഹിസ് ഗ്രേസ്, ദാറ്റ്സ് ഹിസ് ഹ്യൂമിലിറ്റി. പുള്ളി ഇതിനപ്പുറം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറയാണ്ട് ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹിസ് ഗ്രേസ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് അതിനേക്കാളും വലിയൊരു പാറ്റ് ഓൺ ദ ബാക്ക് കിട്ടാനില്ല. അങ്ങനത്തെ ഒരു മഹാനടൻ നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രിപ്പറേഷനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ ദാറ്റ്സ് എ ബിഗ് തിങ് ഫോർ ഓൾ ഓഫ് us. വിശാഖ മീറ്റിംഗിൽ തന്നെ പറയുന്നത് കേട്ടായിരുന്നു, ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം 2ാം സിനിമ വന്നപ്പോൾ ഹി റെക്കഗ്നൈസ്ഡ് മീ. അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ? ഉറപ്പായിട്ടും. ദാറ്റ്സ് ദ തിങ് അബൌട്ട് ഹിം, ദാറ്റ്സ് ദ തിങ് അബൌട്ട് മമ്മൂക്ക. പുള്ളി എല്ലാ
കാര്യത്തിലും ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ എന്നെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആക്ടേഴ്സ് ആരാണെങ്കിലും, ഇപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ആക്ടേഴ്സ് ചെയ്യുന്ന വർക്കിനെക്കുറിച്ചും ഈവൻ പുതിയതായിട്ട് ഇറങ്ങുന്ന ഷോർട്ട് ഫിലിംസിനെ കുറിച്ചാണെങ്കിലും, പുതിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും, ഹീസ് അപ് ടു ഡേറ്റ്. പുള്ളി എല്ലാത്തിനെയും കുറിച്ചും വളരെ വെൽ റെഡ് ആൻഡ് വെൽ ഇൻ ട്യൂൺ വിത്ത് ദ കറൻറ്റ് സീനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ ഹീസ് അപ് ടു ഡേറ്റ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐ ഡോണ്ട് നോ, അത് നമുക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ ഹൗ ഹി ഡസ് ഇറ്റ്, എസ്പെഷ്യലി ബീയിങ് ഹിം. ഇത്രയും ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയിൽ എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഈസി. ആൻഡ് അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. എത്ര വർഷമായി? അതുകൊണ്ടാണ്. എത്ര വർഷമായി? അതെ അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ ക്രൂട്ടുള്ള എക്സ്പീരിയൻസ്? ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ആ ക്രൂ ഇപ്പോഴും? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇത് വൺ ഓഫ് ദ വെരി ഫ്യൂ ഫിലിംസ് വേറെ നമ്മൾ പടം കഴിഞ്ഞിട്ട് എല്ലാവരും അപ്ന വഴി കൂടെ പോകുമല്ലോ, എല്ലാവരും സ്പ്ലിറ്റ് ആവും. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ വെരി ഫ്യൂ ഫിലിംസ് വെയർ നമ്മൾ ആ ടീമിനെയും അതിൽ വർക്ക് ചെയ്ത ആക്ടേഴ്സ് മാത്രമല്ല ക്രൂവിനെയും ഒക്കെ ജെനുവൻലി മിസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ആ ഒരു കോർ ടീമിനെ. കാരണം ഒരു 6-8 മാസമായിട്ട് ഓൾമോസ്റ്റ് ഒരു ഇയറായിട്ട് ഞങ്ങളെല്ലാവരും എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്ത്, ഈവൻ എഡിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു സേ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ. ആൻഡ് അത്രയും തന്നെ ഒരു കൊളാബറേറ്റീവ്, അത്രയും തന്നെ ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീമായിരുന്നു. ഇപ്പോൾ ഡയറക്ടർ അദ്വൈത് ആണെങ്കിലും, ഞങ്ങളുടെ പ്രൊഡ്യൂസറായ ഷെഹാൻ ആണെങ്കിലും, ബാക്കി കാസ്റ്റ്മേറ്റ്സ് ആണെങ്കിലും, ആനന്ദ് ദാർ ക്യാമറമാൻ, എവറിബഡി. ദിസ് ഇസ് എ വെരി ടൈറ്റ്ലി നെറ്റ് ഒരു ടീമാണ്. സോ ഐ തിങ്ക് വാട്ട് ഐം ടേക്കിംഗ് അവേ ഫ്രം ഇറ്റ് ഇസ് ദറ്റ് ഇനിയിപ്പോൾ ഭാവിയിൽ നമ്മൾ പടങ്ങൾ ചെയ്യുമ്പോഴും ഇതൊരു ബെഞ്ച് മാർക്കാക്കി വെച്ച് ഇങ്ങനത്തെ ഒരു ടീം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഓർ ഫാമിലി എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓൺലി ദെൻ വിൽ ഇറ്റ് ബി ഒരു ഓണസ്റ്റ് ഒരു ഫിലിമായി മാറുള്ളൂ എന്നുള്ളത് ശരിക്കും മനസ്സിലായി. ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തു നിങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തേക്കുള്ള രാജ്യങ്ങളിലും എനിക്കൊന്ന് പ്രൊമോഷൻ്റെ കാര്യങ്ങളായിട്ട് ട്രാവൽ ചെയ്തു. അപ്പം ശരിക്കും അതിൻ്റെയൊക്കെ മെമ്മറീസ് എന്താണ്? അതൊക്കെ ഞങ്ങളിത് പടം ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നത് ദുബായിൽ വെച്ചാണ്. ദുബായിൽ വെച്ചൊരു പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ റിലീസിന് 2 ദിവസം മുന്നേ ആയിരുന്നു അവിടുത്തെ ആ ഒരു ഷോ. പക്ഷെ അന്ന് തിയേറ്റർ വാസ് എ ഹൗസ്ഫുൾ ഷോ. പക്ഷേ അവിടെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കാറയും കൂവുകയും ഒച്ച വയ്ക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അത്രയും ഒരു റിലീസായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് 8-9 മാസങ്ങളുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്ന കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഉള്ള ഒരു കിക്കും ആ ഒരു ഹൈയും ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതലും. that was something else altogether, bro. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു സാധനം എല്ലാ പടത്തിലും കിട്ടൂല. ആ ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൂടെ നല്ലൊരു രീതിയിൽ പുറത്തും റിലീസൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ബിഗ്. ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ പോലും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബാക്കി പാർട്ട്നേഴ്സൊക്കെ ഇൻഡസ്ട്രിയിലുള്ള some of the biggest names ആണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. സന്ദീപ് വാങ്കറെഡ്ഡിനെ പോയി കാണാൻ പറ്റി, അദ്ദേഹത്തിനെ ടീസർ കാണിച്ചു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് ട്രെയിലറൊക്കെ കാണിക്കാൻ പറ്റി, കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ സംഭവിച്ചത് ഈ പടം കാരണമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ആൻഡ് അതൊക്കെ ഒരു ഗിഫ്റ്റ്, ഒരു ബ്ലെസ്സിങ്. ദാറ്റ്സ് ഇറ്റ്. ശരിക്കും ബ്രോ പറഞ്ഞ ആ ഒരു സീൻ ഞാൻ ഒരു ഇമാജിൻ ചെയ്തതാണ്. ശരിക്കും ദുബായിലെ തിയേറ്ററിൽ വന്ന ഓഡിയൻസിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് ക്രൂ ആണെന്നുള്ളത്. അയ്യോ, അത് ഭയങ്കര സീനായിരുന്നു. എല്ലാവരും മറ്റേ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. പക്ഷേ തിയേറ്ററിൽ പടം തുടങ്ങിയത് എല്ലാവരും അലമ്പായി, മറ്റേ വേറൊരു അലമ്പ്. പക്ഷേ അതായിരുന്നു ആ പടമൊക്കെ. ചത്തപ്പച്ച അങ്ങനത്തെ ഒരു സിനിമയാണല്ലോ. നമ്മളിപ്പോൾ ഈവൻ ഇവിടെ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹൈ അങ്ങനത്തെ മൊമെൻറ്റ്സിലാണ്. ഓഡിയൻസ് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴാണ്. അത് ആ ഒരു ഇമോഷന് വേണ്ടി ഉണ്ടാക്കിയൊരു പടമാണ് ചത്താപ്പച്ച. ഇറ്റ്സ് എ തിയേറ്ററിക്കൽ ഫിലിം. അപ്പം അത് ഞങ്ങൾക്ക് മാത്രമല്ല ഓഡിയൻസിനും കിട്ടിയെന്നുള്ളതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ഇഷാൻ ഷൗക്കത്ത് ആൻഡ് അദ്വൈത് നായർ, സോ ഇവർ രണ്ടുപേരുമാണ് മെയിൻ കോർ, ദ റീസൺ ബിഹൈൻഡ് ചത്താപ്പച്ച എന്ന് പറഞ്ഞു. സോ എങ്ങനെയായിരുന്നു വിശാഖിലേക്ക് എത്തിയത്? അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഈ ഒരു പ്ലോട്ട് ഇതാണെന്ന് മനസ്സിലായി. സോ വാട്ട് വെർ ദ പ്രിപ്പറേഷൻസ് ദാറ്റ് യു ഹാഡ് ഡൺ? അദ്വൈത്തും ഞാനും തമ്മിൽ ചെറിയൊരു പരിചയമുണ്ട് പണ്ട് തൊട്ടേ. ഞങ്ങൾ ഒരുമിച്ചൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാനിരുന്നായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ആൻഡ് ആഫ്റ്റർ മെനി ഇയേഴ്സ് അവനിങ്ങനെ ഒരു കഥയായിട്ട് എന്നെ വന്ന് മീറ്റ് ചെയ്യുകയും ഞങ്ങൾ പിന്നെ ഡിസ്കസൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഓക്കെ പറയുന്നത്. കാരണം ആ കഥ കേട്ടപ്പോൾ തന്നെ ആ ക്യാരക്ടറിനേക്കാളും ഉപരി ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാവണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. എന്നിട്ടാണ് പിന്നെ ക്യാരക്ടറിലേക്ക് ഞങ്ങൾ കടന്നത്. ഷിഹാനെയും ഇഷാനെയും മീറ്റ് ചെയ്യുന്നത് അതിന് ശേഷമാണ്. അവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. ഒരാൾ പ്രൊഡ്യൂസർ, മറ്റേ ആൾ ആക്ടർ.
അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്യൂവിനെ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ വർ ലവ്ലി ഹ്യൂമൻ ബീങ്സ്. ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹിറ്റ് ഓഫ് ചെയ്തു. ഞങ്ങളെല്ലാവരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കുറേ സങ്കടവും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബോണ്ട് ചെയ്തു. ആൻഡ് ദെൻ ഫ്രം ദെൻ ഓൺ ഇറ്റ് ജസ്റ്റ് ഗ്രൂ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവരൊക്കെ തിരിച്ച് ദുബായിക്കൊക്കെ പോയി ഫാമിലീസായിട്ട് റീയൂണൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബെറ്റർ സ്വീറ്റ് മൊമെൻറ്റ്. കാരണം ഇത്രയും ഒരു ലോങ് ജേർണിയുടെ എൻഡ് എത്തി എന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്കൊക്കെ തോന്നി. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഷിയാൻ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പടത്തിന് ഷൂട്ട് കഴിയാറായപ്പോഴാണ് ഷിയാനൊരു അച്ഛനാവുന്നത്. അപ്പോൾ വൈഫിന് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, അതൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ മാനേജ് ചെയ്തൊരു പടവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് ദാറ്റ് വാസ് ഫസ്റ്റ് ഫിലിം. അപ്പോൾ ടു ഹാവ് ദാറ്റ് കൺവിക്ഷൻ ആൻഡ് ദറ്റ് കറേജ് ടു സേ ദാറ്റ് ഓക്കെ ദിസ് വിൽ മേക്ക് ഫോർ എ ഗുഡ് ഫിലിം, അത് റിയലി ഹാറ്റ്സ് ഓഫ് ടൈം. അത് എല്ലാ പ്രൊഡ്യൂസറിനും ആ ഒരു ഒരു ബോൾസിന് ചിലപ്പോൾ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ആൻഡ് ചിലപ്പോൾ അവൻ്റെ ഇനിയിപ്പോൾ അടുത്ത പടത്തിൽ ചിലപ്പോൾ അവന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് ഹി വുഡ് പ്രോബബ്ലി കുറച്ചും കൂടെ ഇതാവും. ബട്ട് ഐ ഹോപ്പ് ദാറ്റ് ഡസൻറ്റ് ചേഞ്ച് ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ചേഞ്ച്. ആ ഒരു കുറച്ചും കൂടെ ആസ്പിറേഷണലായിട്ട് മലയാളം സിനിമയിലെ ഓൾ ഇന്ത്യ ലെവലിൽ മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. സോ ദർ എൻറ്റയർ ഫാമിലി, ഇവർ മാത്രമല്ല, ഇപ്പോൾ റിതേഷ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പാർട്ട്ണറുണ്ട്, റിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ടീമിലുള്ളത്. വെരി വെരി ലവ്ലി പീപ്പിൾ. അവരുടെ ഫാമിലീസൊക്കെ ആയിട്ട് ഇപ്പോൾ നമുക്കൊരു ബന്ധവും അടുപ്പമൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ഇൻ എ ലോങ് ടൈം ദറ്റ് അങ്ങനത്തെ ഒരു സെൻസ് ഓഫ് ഫാമിലി റൈറ്റ് ഫ്രം ദ പ്രൊഡക്ഷൻ ടു ദി ആക്ടേഴ്സ് ഉണ്ടാക്കിയെടുത്തത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ സിനിമ ടോട്ടലി WWE ബേസ്ഡ് ആണ്. സോ ദ കോർ കണ്ടന്റ് ഈസ് WWE. അപ്പം ഒബ്വിയസ്ലി WWE ഫാൻ ആണെന്ന് പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു സിനിമയുടെ ടോട്ടൽ പ്രോസസ്സിൽ ഫുൾ ടൈം WWE വീഡിയോസ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നായിരുന്നു. സോ റെഫറൻസ് ആയിട്ട് ഡെയിലി ഇങ്ങനെ വീഡിയോസ് കാണുന്നു? ഇല്ല, ഇൻഫാക്ട് ഞാനത് ചെയ്തേയില്ല. അത് കാരണം നമുക്ക് ഈ WWE കുറേ കണ്ടാൽ അല്ലെങ്കിൽ കുറേ കാരണം ചെറുപ്പത്തിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി നമുക്ക് എന്താണെന്ന് അറിയാം. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഗെറ്റ് ടു ഇൻഫ്ലുവൻസ്ഡ്. കാരണം നമ്മൾ കുറേ കണ്ടാൽ നമുക്ക് ഈ ക്യാരക്ടറിന് ഇത് അടിച്ചു മാറ്റാം, ആ റെസ്ലറിൻ്റെ ഇത് അടിച്ചു മാറ്റാം എന്നൊക്കെ നമ്മൾ അറിയാണ്ട് ചിന്തിച്ചു പോകും. അത് ഓൾറെഡി നമ്മുടെ ഫൈറ്റ് കൊറിയോഗ്രഫിയുടെ ഭാഗമായിട്ട് കലായി മാസ്റ്ററും അദ്വൈത്തും ഒക്കെ ഓൾറെഡി അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടറിനും അവരുടേതായ ഒരു ഡിസ്റ്റിങ് സ്റ്റൈൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റൈൽ എന്തായിരിക്കണം എന്നുള്ളൊരു കാര്യത്തിലാണ് പിന്നെ ഞാൻ കുറേ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇറ്റ് വാസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ. ഇപ്പോൾ ഈ ക്യാപ്പോര എന്ന് പറയുന്ന സാധനം അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദ ടൈം ദാറ്റ് ഐ യൂസ് ടു വാച്ച് WWE അങ്ങനെ പോപ്പുലറൈസ് ചെയ്ത ഒരു WWE റെസ്ലർ എൻ്റെ അറിവിലുണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ഓക്കെ മേ ബി ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. അങ്ങനത്തെ ഒരു റെസ്ലിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫൈറ്റിംഗ് സ്റ്റൈൽ ഉള്ള ഒരു റെസ്ലർ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നി. അതും പിന്നെ കുറച്ച് റെസ്ലിംഗ് മൂവ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഫൈറ്റിംഗ് സ്റ്റൈൽ ആകുമ്പോൾ അതൊരു പുതിയ സാധനമാണെന്ന് തോന്നി. ഇറ്റ്സ് എ മിക്സ് ഓഫ് ഫൈറ്റിംഗ് വിത്ത് ഡാൻസിങ് മൂവ്സ്, റൈറ്റ്? കറക്റ്റ്. അപ്പോൾ ക്യാപ്പോര ഈസ് ബേസിക്കലി അത് ബ്രസീലിലൊക്കെ കോളനൈസേഴ്സ് മാർഷൽ ആർട്സ് ട്രെയിനിങ്, ഇപ്പോൾ കേരളത്തിൽ കളരി അവർ ബാൻ ചെയ്തിരുന്നല്ലോ, അതുപോലെ തന്നെ അവിടെയും അവർ ബാൻ ചെയ്തു അവർ മാർഷൽ ആർട്സ്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഡാൻസ് ഫോം പോലത്തെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്സ് സ്റ്റൈൽ അവർ ക്രിയേറ്റ് ചെയ്തു. സോ പുറത്തുനിന്ന് ഇപ്പോൾ ആരെങ്കിലും വന്ന് പെട്ടെന്ന് റെയ്ഡിന് വന്നാൽ ഇത് ഡാൻസ് ആണെന്നേ പറയുള്ളൂ, പക്ഷേ ഇറ്റ്സ് ആക്ച്വലി എ ഫൈറ്റിംഗ് സ്റ്റൈൽ. അപ്പോൾ ഓൾ ഓഫ് ദാറ്റ് സൗണ്ടഡ് വെരി ഇൻട്രസ്റ്റിംഗ് ടു മീ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്വൈതായിട്ട് ഡിസ്കസ് ചെയ്ത്, അദ്വൈത്തിന് ഓക്കെ ആയിരുന്നു, കലായി മാസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്ത്, പിന്നെ ശ്രാവൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആക്ഷൻ ട്രെയിനറുണ്ട്, അദ്ദേഹമാണ് ഈ പ്രോസസ്സിലൊക്കെ ഞങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്തത്. അപ്പോൾ ശ്രാവനായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ബേസിക്സ് 2-3 ഐറ്റംസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് സാധനം ചെയ്യാമെന്ന് തോന്നി. ആൻഡ് അതിനുശേഷം പിന്നെ വേറെ റെഫറൻസിങ് ഒന്നും പിടിച്ചില്ല. വിശാഖ് ബ്രോയായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിട്ട് എൻ്റെ യൂട്യൂബ്, എൻ്റെ ഇൻസ്റ്റാഗ്രാം മൊത്തം ഇപ്പോൾ വിശാഖ് ബ്രോയാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട്. സോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനൊരു ഹോസ്റ്റിംഗ് വീഡിയോ കണ്ടു, അനുപമ ചോപ്രയായിട്ടുള്ള വീഡിയോ. സോ യു വേർ ദ ഹോസ്റ്റ് ആൻഡ് ടു ബി ഫ്രാങ്ക് യു ലിറ്ററലി നെയിൽഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ കമന്റ് സെക്ഷൻ മൊത്തം ദ വേ യു ഹോസ്റ്റഡ് ദ വീഡിയോ അതിനുള്ള അപ്രീസിയേഷൻ ആണ്. അപ്പം അത്രയ്ക്ക് ഇഷ്ടമാണോ ഹോസ്റ്റിംഗ്? വൈ നോട്ട്? അതിപ്പോൾ അവർ MBFL എന്നുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്തപ്പോൾ ഐ തോട്ട് ഗ്രേറ്റ്. അനുപമ ചോപ്ര, അങ്ങനത്തെ ഒരു ഇത് തന്നെയായിരുന്നു. കാരണം അവരൊന്നും എന്നും നമുക്ക് കിട്ടൂലല്ലോ ഇങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ. അപ്പോൾ എനിക്ക് മോർ ദൻ എനിത്തിങ് അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ മനസ്സിലുള്ള സിനിമയെക്കുറിച്ചുള്ള ഐഡിയാസും സിനിമ ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഐഡിയാസും ഒക്കെ കുറച്ചും കൂടെ ഇൻ ഡെപ്ത് മനസ്സിലാക്കാൻ നോക്കുക. ആൻഡ് അവർ ഒബ്വിയസ്ലി അനുപമ മാം ഈസ് എ പേഴ്സൺ ഹൂസ് നോർമലി ദ ഹോസ്റ്റ്.
അവരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ശരിക്കുള്ള പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു 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 ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. താങ്ക്ഫുള്ളി ഞാനും കുറച്ച് പ്രിപ്പയർ ചെയ്തു. എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്രണ്ട് മോണ്ടി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഒന്ന് ആലോചിച്ചൊരു ഒരു സാധനം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയി അത് പ്രസൻറ്റ് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് ഫൺ. ഇറ്റ് വാസ് എ ഫൺ എക്സ്പീരിയൻസ്. ഒരു ഹോസ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു നല്ലൊരു ഇൻ്റർവ്യൂവിൻ്റെ ഗുഡ് പാരാമീറ്റേഴ്സ്? എന്തൊക്കെയായിരിക്കണം ഒരു നല്ല ഇൻ്റർവ്യൂവിന് വേണ്ടത്? ഐ തിങ്ക് നമ്മൾ അയാളെക്കുറിച്ച് ഇതുവരെ അറിയാത്ത എന്തെങ്കിലും ഒരു പുതിയൊരു സാധനം കിട്ടുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ്. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളെ കുറച്ച് അയാളെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട് ഇഫ് യു ക്യാൻ ഗെറ്റ് ഹിം ടു ഓപ്പൺ അപ്പ് ഓർ ഹെർ ടു ഓപ്പൺ അപ്പ് ജെന്യുവൻ ആയിട്ട്, ഐ തിങ്ക് ദാറ്റ്സ് ഓൾവേസ് ഗുഡ്. പിന്നെ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴും റീസർച്ച് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ റീസർച്ച് ചെയ്ത് ഇതുവരെ ആരും ചോദിക്കാത്ത രീതിയിലുള്ള ഒരു ലൈൻ ഓഫ് ക്വസ്റ്റനിങ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ഓൾവേസ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഓൾവേസ് ടു കീപ് ഇറ്റ് ഇൻ എ വെരി റെസ്പെക്ട്ഫുൾ സ്പേസ്. ഐ തിങ്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചുമ്മാ കോൺട്രവേഴ്സി അല്ലെങ്കിൽ ചുമ്മാ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇറ്റ് ഹാസ് ടു കം ഫ്രം വിതിൻ. അയാൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളും. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നോ കോമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ഇക്വേഷനും ആ ഒരു ഇൻ്റർവ്യൂയുടെ ഫുൾ വൈബ് അവിടെ തെറ്റുമല്ലോ. അപ്പോൾ ഐ തിങ്ക് എ ഗുഡ് ഹോസ്റ്റ് ഷുഡ് ഓൾസോ ബി എ ഗുഡ് ഇംപ്രവൈസർ. അപ്പോഴത്തെ ഇത് പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ആൻസർ ചെയ്തിട്ട് ക്വസ്റ്റൻ നമ്പർ 2ലേക്ക് പോകുന്നേക്കാളും interesting and more engaging if it's when it's a conversation. ഇപ്പോൾ one-to-one conversation. Even the person being interviewed should feel as though നമ്മൾ രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ that's when a good interview, a good conversation happens. സോ നിങ്ങളുടെ ഒരു ടോപ്പിക്ക് കൂടുതലായിട്ടും വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വുമൺ സെൻട്രിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെ എംപവർ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരുന്നു. സോ എന്തൊക്കെയായിരുന്നു ആഫ്റ്റർ ദാറ്റ്, എന്താ പറയുക, ആ ഒരു ടോക്കിന് ശേഷം എന്താണ് ശരിക്കും വിശാഖിന് മനസ്സിലായ കാര്യങ്ങൾ? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫോർ മീ വാസ് ദറ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ക്രിറ്റിക് അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫിലിം സ്കോളർ നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമേനെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു സാധനം കുറച്ച് അധികം മനസ്സിലാക്കാൻ പറ്റി. വെൻ ദേ വർ ടോക്കിംഗ് അബൌട്ട് വെരി ഓണസ്റ്റ്ലി അവർ പറയുകയും ചെയ്തു ദറ്റ് അവർക്കൊക്കെ ശരിക്കും മലയാളം സിനിമ ഓപ്പൺ അപ്പ് ചെയ്ത പടങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സും ആ ഒരു പീരീഡിൽ വന്ന പടങ്ങളാണ്, റൈറ്റ്? നമുക്കതങ്ങനെയല്ലല്ലോ. നമുക്കിപ്പോൾ പഴയ മാസ്റ്റേഴ്സിൻ്റെ പടങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ദോസ് ആർ ഓൾസോ വെരി വെരി ഹൈ ബെഞ്ച് മാർക്സ് നമുക്ക്, പക്ഷേ അവർ അത്രയും എക്സ്പോസ്ഡ് അല്ല to those kind of films, are classics, which is okay. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഒരു റെക്കഗ്നീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ഇതായതുകൊണ്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ്സ് കുറച്ച് റീഅഷ്യൂറിംഗ് ആയിരുന്നു. ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു ബി എ പാർട്ട് ഓഫ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടി. ഇപ്പോൾ ഇന്ത്യ എമ്പാടും എല്ലാവരും നമ്മളെ ചർച്ച ചെയ്യുമ്പോൾ, ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആസ് ക്രിയേറ്റേഴ്സ്, ആസ് ആക്ടേഴ്സ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന വർക്ക് അത്രയും തന്നെ അടിപൊളി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയോക്രിറ്റീനെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ കേൾക്കുന്ന കോംപ്ലിമെൻറ്റ്സ് ഒക്കെ അടിപൊളിയാണ്, എടുക്കണം, പക്ഷെ നമ്മളതിൽ സ്റ്റക്കായി പോകരുത് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തോന്നി. വി ഷുഡ് ഓൾവേസ് കീപ് പുഷിങ് ദ ബൗണ്ടറീസ് ബിക്കോസ് വി പുഷ് ബൗണ്ടറീസ് ഇസ് വൈ where we are. അപ്പോൾ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് വർക്കിംഗ് മാറരുത് എന്നുള്ളൊരു തോന്നലായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലോടിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ദേ ലുക്ക് അറ്റ് അസ് ലൈക്ക് പണ്ടൊക്കെ നമ്മൾ മറ്റേ ഇറാനിയൻ പടങ്ങൾ അല്ലെങ്കിൽ കൊറിയൻ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെയാണ് ഇവരിപ്പോൾ നമ്മളെ കാണുന്നത്. ഐ മീൻ സച്ച് ഹൈ റിഗാർഡ്, വിച്ച് ഇസ് ഗ്രേറ്റ്, അടിപൊളിയാണ്. കാരണം വി മേക്കിംഗ് ക്വാളിറ്റി ഫിലിംസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു എന്താ പറയുക, ഒരു ട്രെൻഡ് നമ്മൾ മാക്സിമൈസ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, അത് യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു ട്രെൻഡ് ആസ് ലോങ് ആസ് പോസിബിൾ നമ്മളത് കൊണ്ടുപോകണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഈ പറയുന്ന ഇതൊക്കെ ഫ്ലിപ്പ് ആവാം നാളെ. അതാണ് മലയാള സിനിമയെ പറ്റി സംസാരിക്കാത്ത ആരാണ്? ഉറപ്പായിട്ടും ഇപ്പോൾ ഭ്രമയുഗം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദി ആംപാസിൽ അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസസ് ഓസ്കേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ സ്ക്രീനിങ്ങിലൊക്കെ ഭ്രമയുഗം അവർ പ്ലേ ചെയ്യുകയും അങ്ങനത്തെ അവരുടെ ഒരു ഫോർട്ട് നൈറ്റിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്തു, വിച്ച് ഇസ് ഗ്രേറ്റ്. നമ്മുടെ പടങ്ങൾ അവിടം വരെ എത്തി. ഇനിയും എത്താനുണ്ട്. ഇപ്പോൾ ഇപ്പോൾ യു നെവർ നോ, മേ ബി 2 വർഷം കഴിയുമ്പോൾ നമ്മൾ പാം ഡോറിനോ അല്ലെങ്കിൽ ഓസ്കാർസിനോ ഒക്കെ നമ്മുടെ പടങ്ങൾ ചിലപ്പോൾ എത്തുമായിരിക്കും. So it's great. A lot more to go. Long way to go. ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നൊരു ഡൗട്ടാണ് ഞാൻ ബ്രോഡ് ചോദിക്കുന്നത്. ക്ലാരിറ്റി ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ഒരു ആക്സെന്റ്, ഇതെല്ലാം വളരെ അടിപൊളിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ബ്രോ.
അപ്പം ഇതെല്ലാം ബിൽഡ് ചെയ്തത് എങ്ങനെയാണ്? അത് നമ്മൾ ഇതിനു വേണ്ടി സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ ഒരു ഐ തിങ്ക് ഒരു 5th 6th ഗ്രേഡൊക്കെ തൊട്ട് തന്നെ ഈ പറഞ്ഞ പബ്ലിക് സ്പീക്കിങ്ങും ഡിബേറ്റും മോഡൽ UN അങ്ങനത്തെ പല പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയൊക്കെ അവിടെ നിന്ന് വന്നതാണ്. ഈ സ്റ്റേജിൽ പ്രസംഗങ്ങൾ കൊടുത്ത് വന്ന ഒരു ഇതാണ്. പിന്നെ തിയേറ്റർ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒബിയസ്ലി നമ്മുടെ ഡിക്ഷൻ, നമ്മുടെ സൗണ്ട്, നമ്മുടെ പ്രൊജക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, മോഡുലേഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. ഞാൻ പഠിച്ചത് പുറത്തായതുകൊണ്ട് ഞാൻ ആദ്യം ഐ തിങ്ക് 2010 ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അതിന് മുമ്പ് വെക്കേഷന് വന്ന് പോകുന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാലത്ത് എനിക്ക് എൻ്റെ ലെറ്റ്സ് ഇപ്പോൾ ഒരു മലയാളം സ്ഫുടത അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹിന്ദിയിലെ ഒരു സ്ഫുടത അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയാണെങ്കിലും അതർ ദൻ ഇംഗ്ലീഷ് അത്രയും നല്ലതായിരുന്നില്ല. പക്ഷേ ഈ ലാംഗ്വേജസിൻ്റെ കാര്യത്തിൽ നമ്മളത് യു യൂസ് ഇറ്റ് ദ ബെറ്റർ യു ബെക്കാം. അപ്പോൾ ഇത് നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ പത്രമൊക്കെ വായിച്ച് അല്ലെങ്കിൽ ന്യൂസൊക്കെ കേട്ടാണ് ഇതിൻ്റെ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പണ്ടോട്ടേ ഹിന്ദി അറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഹിന്ദി ഫിലിം കിട്ടിയപ്പോഴാണ് വീണ്ടും അതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഗ്രാമർ ഒന്നും കൂടെ നമ്മൾ ഫ്രം ദി ഗ്രൗണ്ട് അപ്പ് പഠിക്കുക. പിന്നെ രാവിലെ എണീറ്റ് ചായയുടെ കൂടെ എന്നും ഹിന്ദിയിലാണ് ന്യൂസ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയുന്ന അതേപോലെ തന്നെ വിത്ത് 2 second ഡിലേ നമ്മളും പറയുക. പിന്നെ നമ്മൾ ഇപ്പോൾ സ്ഫുടത ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഡബിങ്ങിന് മുമ്പ് എല്ലാവരും നാവ് പഠിക്കാൻ പറയും. നാവ് പഠിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ട്രൂ. നാവ് പഠിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് എനൗൺസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. പിന്നെ വേറെ സ്മോൾ ഈ ആക്ടിങ് വർക്ക്ഷോപ്സൊക്കെ പഠിക്കുന്ന ചെറിയ ട്രിക്സ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മൾ ഒരു പെൻസിലോ പേനയോ വായിൽ വെച്ചിട്ട് അങ്ങനെ കടിച്ച് പിടിച്ചിട്ട് നമ്മൾ ആസ് സ്ലോ ആസ് പോസിബിൾ, ആസ് ക്ലിയർ ആസ് പോസിബിൾ അങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ പിന്നെ പെൻസിൽ ഊരി ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇറ്റ്സ് ലൈക്ക് വെൻ യു ട്രെയിനിങ് ഫോർ ലെറ്റ്സ് സേ എ സ്പ്രിൻറ്റ്, sprinters what they do is they put weights on their ankles, no? അപ്പോൾ എന്നിട്ടാണല്ലോ അവർ ഓടുന്നത്. അപ്പം എൻ്റെ വെയ്റ്റ്സ് ഊരി അവർ ഓടുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഫാസ്റ്റായിട്ട് ഓടുമല്ലോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം, ഓടാൻ പറ്റും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം ഒരു ഫണ്ടമെൻ്റൽ തിയറി. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ മൗത്തിൻ്റെയും ടങ്ങിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് മാത്രമേ അതിൻ്റെ ഒരു ഇതുള്ളൂ. ഇപ്പോൾ മലയാളത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ ഹിന്ദിക്കാണെങ്കിൽ കുറച്ച് ഇപ്പോൾ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഒരു കന്നഡ ഫിലിമാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഇനിയിപ്പോൾ ഒന്നുകൂടെ കന്നഡയ്ക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കന്നഡ അറിയാമോ? കന്നഡ ഇപ്പോൾ മനസ്സിലാവും. വൈഫിൻ്റെ ഹോം ടൗൺ ബാംഗ്ലൂരാണ്. അതുകൊണ്ട് അവരുടെ ഗ്യാങ്ങിൻ്റെ കൂടെയൊക്കെ ഹാങ് ഔട്ട് ചെയ്ത് മനസ്സിലാവും. പക്ഷേ സംസാരിക്കാൻ അങ്ങനെ കംപ്ലീറ്റ് ഫ്ലുവൻസിയിലേക്ക് എത്തിയിട്ടില്ല. കന്നഡ ಗೊತ್ತಾಯ್ತಾ ಮಗ? ಸ್ವಲ್ಪ ಗೊತ್ತು. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് കേട്ടോ. ആണോ? അത് ശരി. എനിക്ക് കന്നഡ കുറച്ചൊക്കെ അറിയാം. അടിപൊളി. നല്ല രസമുള്ള ലാംഗ്വേജ് ആണ്. അതെ, ഭയങ്കര രസമുള്ള ഒരു പിന്നെ ഒരു ഭാഷയാകുമ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ സ്ലാങ് ആകുമ്പോൾ അതിനൊരു ഇപ്പോൾ ബാംഗ്ലൂർ കന്നഡ അല്ല മംഗ്ലൂർ കന്നഡ, അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി വേറെയാണ്. വാട്ട് ഡാ കം ഡാ വാട്ട് യു ഡൂയിങ് ഡാ, അത് ബാംഗ്ലൂർ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ മംഗലാപുരത്തേക്ക് പോയാൽ അങ്ങനെയല്ല. മംഗലാപുരത്ത് കുറച്ച് നമ്മുടെ ഒരു മലയാളത്തിൻ്റെ ചെറിയൊരു ടച്ച് ഉണ്ട്, തുളുടെ ചെറിയൊരു ടച്ച് ഉണ്ട്. സോ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കൊടക് ചെറിയൊരു ടച്ച് വരും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് എന്തോരം ഡയലക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ തന്നെ 3-4 ഡയലക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് പിടിക്കണം എങ്ങനെ പിടിക്കണം എന്നുള്ളതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ ബ്രോയുടെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഫോർട്ട് കൊച്ചി ഡയലക്ട്സ്. ഇപ്പം എന്താ പറയുക, എന്താണ് മച്ചാനെ എന്നുള്ളത് ഫോർട്ട് കൊച്ചി വരുമ്പോൾ കുറച്ച് ഒരു ലിഫ്റ്റ് ചെയ്ത വോയിസ് വേണമെന്നുള്ളത് ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു ബ്രോ പറയുന്നത്. അതെ, ഒരു ലാംഗ്വേജിന്റെ വ്യത്യാസം. അതെ, ഒരു ലാംഗ്വേജിന് വ്യത്യാസം. നമ്മളിപ്പോൾ അത് ബേസ് പിടിച്ച് പറയാൻ പറ്റും. പക്ഷെ എന്നാൽ അത് കുറച്ച് എനിക്ക് പേഴ്സണലി അത് കുറച്ച് ഫോഴ്സ്ഡായിട്ട് ചിലപ്പോൾ തോന്നാം എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. ബട്ട് ഇപ്പോൾ മമ്മൂക്ക ചെയ്യുമ്പോൾ ബിക്കോസ് ഈസ് എ ബ്രില്യൻ ആക്ടർ, അദ്ദേഹത്തിന് ഇപ്പോൾ ബിലാലായിട്ടോ അല്ലെങ്കിൽ മറ്റേ മൈക്കിളപ്പയായിട്ടോ വരുമ്പോൾ അദ്ദേഹത്തിന് ആ ബേസോടെ പറയാൻ പറ്റും. പക്ഷേ നമ്മളത് ചെയ്യാൻ നോക്കി അത് കുറച്ച് ഫോഴ്സ്ഡ് ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനം അതിപ്പോൾ നമ്മളത് എവിടെ അതിൻ്റെ ഒരു ചെറിയൊരു ബേസ് എവിടെ പിടിക്കണം എന്നൊക്കെ നോക്കിയും കണ്ട് ചെയ്ത ഒരു ഒത്തൻറ്റിസിറ്റി വരുന്ന എനിക്ക് തോന്നുന്നത്. ശരി, അക്കാര്യത്തിലൊരു എന്താ പറയുക, ഒരു ലെജൻഡാണ് മമ്മൂക്ക. എത്ര ഡയലക്ട്സുകളാണ് അടിപൊളിയായിട്ട് എല്ലാ ഭാഷയിലും സംസാരിക്കുന്നത്. അതെ. ഇപ്പം പുത്തമ്പണത്തിലൊക്കെ ആ മംഗലാപുരം ഭാഷ എന്ത് രസമാണത് കേൾക്കാൻ. എന്ത് രസമായിരുന്നു. അത് ഹീസ് വൺ ഓഫ് എ കൈൻഡ്. ആ കാര്യത്തിലൊക്കെ വേറെ ആരും ഇല്ല അങ്ങനത്തെ ഒരു പ്രൊഫഷൻസി ഉള്ള ഒരാൾ. ഇപ്പം റിസർച്ച് ചെയ്യുന്നു, അതായത് ഇന്റർവ്യൂവിന് നടക്കുന്നതിന് മുന്നേ റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ നല്ലോണം അപ്പം ഞാൻ റിസർച്ച് ചെയ്ത് കണ്ട വേറൊരു വീഡിയോ,
യു ഹാഡ് 2 TEDx ടോക്സ്. അതെ. എനിക്കൊന്ന് ഒരു 20 മിനിറ്റ്സിൻ്റെ TEDx ആണ് ഫസ്റ്റ് ഉള്ളത്. ശരിക്കുള്ള വിശാഖ് നായർ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടൊരു 20 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. 20 മിനിറ്റിൽ ഒരു സ്റ്റോറി പോലെ പറഞ്ഞു. ഇറ്റ് വാസ് റിയലി ഗുഡ് വാച്ചിങ് ദാറ്റ് വീഡിയോ. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഒരു പേഴ്സണെ പറ്റിയുള്ളത്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ആ TEDxൽ ഫസ്റ്റ് പറയുന്ന കാര്യമുണ്ട്, ഒരു ട്രൊമാറ്റിക് ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഒരു ചൈൽഡ്ഹുഡ് ലൈഫ്, ഒരു ബോർഡായിട്ടുള്ള എലോണായിട്ടുള്ള, എനിക്കൊന്ന് വൈശാഖ് തന്നെ സ്വന്തമായിട്ട് പറയുന്ന ഒരു അഗ്ലി ഫേസ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, ഒരു ചൈൽഡ്ഹുഡ് ഒരു കുട്ടിയെ പറ്റി. സോ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബോർഡം മാറ്റാൻ വേണ്ടി യു കേം അപ്പ് വിത്ത് സം ഐഡിയാസ്. അപ്പം ശരിക്കും ആ ഐഡിയാസ് ആണോ ഇന്നുള്ള വിശാഖിനെ ഷേപ്പ് ചെയ്തത്? ഇൻ എ വേ യെസ്. കാരണം നമുക്ക് ഐ ഫീൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ബി ബോർഡ്. കാരണം വെൻ യു ബോർഡ് യു ഇൻ എ പൊസിഷൻ ഓഫ് ലക്ഷറി. നമുക്ക് ബാക്കിയെല്ലാം സെറ്റാണ്, എല്ലാം ബാക്കി ജോലിയും കാശും ഒക്കെ സെറ്റായിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ ബോർഡം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡം എന്ന് പറയുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഓൾ ആർട്ടിസ്റ്റ് ഷുഡ് ബി ബോർഡ് സം ടൈം മതി. അത് കാരണം വെറുതെ ഒരു പണിയിലാണ്ട് ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഐ തിങ്ക് ബോർഡും പുഷസ് പീപ്പിൾ ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ ഓൾസോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് തോന്നാറില്ലേ? അപ്പോൾ അത് കൺസ്ട്രക്റ്റീവ്ലി യൂസ് ചെയ്യാം. ഡിസ്ട്രക്റ്റീവ്ലി യൂസ് ചെയ്താൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പോയി 2 പെഗ് അടിക്കുക എന്നുള്ളതിലേക്ക് നമ്മൾ ഒതുങ്ങും. ബട്ട് ടു ഫൈറ്റ് ബോർഡും യു ക്യാൻ ഡു സംതിങ് കൺസ്ട്രക്റ്റീവ് ഓൾസോ. അപ്പോൾ അന്ന് പ്രായമായതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബൈ ഗോഡ്സ് ഗ്രേസ് കൺസ്ട്രക്റ്റീവ്ലി ആ സമയത്തിനെ യൂസ് ചെയ്ത ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു ഈ ഷോർട്ട് ഫിലിംസ്. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് സീൻസായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി. അവിടെ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അത് ചെയ്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് പിന്നെ ഇതൊരു കരിയറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ വന്ന് എത്തിയത്. ടോക്കിൽ പറയുന്നൊരു കാര്യം, ആ ഒരു പ്രായത്തിലൊരു കുട്ടി കാണേണ്ട സിനിമകളെ അല്ല ഞാനന്ന് കണ്ടേന്നുള്ളതാണ്. അതെ. ഇപ്പോഴും ഓർമ്മയുണ്ടോ ആ ഒരു കാലഘട്ടം? പിന്നെ അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പടങ്ങളിപ്പോൾ ടെർമിനേറ്റർ, പ്രെഡേറ്റർ, പൾപ്പ് ഫിക്ഷൻ, ഡൈ ഹാർഡ്, ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇതൊക്കെ അച്ഛൻ റെൻറ്റ് ചെയ്തുകൊണ്ട് വന്ന പടങ്ങളായിരുന്നേ. അപ്പോൾ പുള്ളിക്ക് കാണാൻ വേണ്ടി പുള്ളി റെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ പുള്ളി തലേന്ന് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഉച്ചയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ ഈ കാസറ്റായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിരിക്കും ഇത് കാണും. പക്ഷേ അന്ന് അത് അത്രയും സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് വയലൻറ്റ്, ഓഫ് കോഴ്സ് ഇറ്റ് ഹാഡ് ലാംഗ്വേജ് ആൻഡ് ഡ്രഗ് യൂസ് ആൻഡ് സെക്സ് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. പക്ഷേ ഫോർ സം റീസൺ താങ്ക്ഫുള്ളി അത് ഞങ്ങളെ ഭയങ്കരമായിട്ടത് ഇൻ എ റോങ് വേ എഫക്റ്റ് ചെയ്തില്ല. പ്രോബ്ലി ബിക്കോസ് വീട്ടിൽ അച്ഛനമ്മയും ഞങ്ങളെ ഭയങ്കരമായിട്ട് വാല്യൂസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഇംബൈബ് ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സിനിമയായിട്ട് കാണാൻ പറ്റി. പക്ഷെ എന്നാലും അത് ഞങ്ങളെ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഇപ്പം നമ്മൾ ഈ പറയുന്ന ലെറ്റ്സ് സേ ബാഡ് വേർഡ്സ്, ഈ എഫ് വേർഡ് നമ്മൾ വിളിക്കുന്ന സാധനമൊക്കെ അന്ന് എഫ് വേർഡ് ആയിരുന്നല്ലോ. ആ സാധനമൊക്കെ നമ്മൾ പഠിക്കുന്നതൊക്കെ ആദ്യം സിനിമയെ കണ്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ സിനിമ മാത്രമല്ല, എംഎൻഎമ്മിൻ്റെ യു ലൂസ് യു സെൽഫ് കേട്ടിട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ പാടി തെറി വിളിക്കാമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ. അപ്പോൾ ആർട്ട് ഇൻ എനി ഫോം ഇൻഫ്ലുവൻസസ് പീപ്പിൾ, അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഒരു അമ്പലത്തിൽ പോകുന്ന പോലാണ്, ഒരു തിയേറ്ററിൽ പോകുന്നതാണ് ആ ടോക്കിൽ പറയുന്നത്. കാരണം അന്നൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്ന് പറഞ്ഞാൽ അതൊരു ചീപ്പ് ഒരു എക്സ്കർഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു ക്ലോസ് ടു ഒരു 150 100 to 150 ദിർഹംസ് ആവുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ പേരൻസിന് അതൊരു വലിയൊരു തുക തന്നെയായിരുന്നു. അപ്പോൾ മാസത്തിൽ ഒരു സിനിമ കൂടിപ്പോയാൽ. അപ്പോൾ അതുകൊണ്ട് ആ മാസം മുഴുവൻ നമ്മൾ റിസർച്ച് ചെയ്ത് ആ മാസത്തെ ഏറ്റവും അടിപൊളി സിനിമ ഏതാണെന്നൊക്കെ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ ഹാരി പോട്ടറൊക്കെ കാണാൻ പോയിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ ഒന്നും വേണം, ടോയും സൈക്കിളൊന്നും വേണം, എനിക്ക് ഇത് ഹാരി പോട്ടർ കാണാൻ പോകണം. അപ്പോൾ ഫോർ us it was that സ്പെഷ്യൽ ദാറ്റ് ഒരു സാധനം. കാരണം അതൊരു റിച്വലായിരുന്നു. ഞാൻ അമ്പലം എന്നൊക്കെ പറയാൻ കാരണം അതായിരുന്നു. കാരണം ഇറ്റ്സ് എ റിച്വൽ. നമ്മൾ പടം തുടങ്ങുന്നതിന് ഒരു 15 minutes മുന്നേ അവിടെ എത്തി നൈസായിട്ട് പോയി പോപ്കോൺ മേടിച്ച് 2 തവണ മൂത്രം ഒഴിച്ച്, ബിക്കോസ് അവിടെ ഇൻ്റർവെൽ ഇല്ല. അപ്പോൾ നമുക്ക് പടത്തിന് ഇടയ്ക്ക് ഇറങ്ങി വരാനുള്ള സ്കോപ്പില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തെല്ലാം പക്കയായിട്ട് കറക്റ്റ് സീറ്റ്, അതും ഇപ്പോഴും ഞാൻ ആ സീറ്റേ പിക്ക് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന് ഈ റോ ഓറിയൻറ്റേഷൻ, അത് കറക്റ്റായിട്ട് ആ ടിക്കറ്റ് ആ സീറ്റ് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും ആ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഷോ കിട്ടാൻ. അപ്പോൾ ഇറ്റ്സ് എ റിച്വൽ. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പം തന്നെ നമ്മൾ ആ പടത്തിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റും ആ പടത്തിന് കൊടുക്കുന്ന ഒരു ഹൈപ്പും തന്നെ ഉണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ. വിച്ച് അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് OTT ആൻഡ് വാട്ട് നോട്ട്. ബട്ട് ദാറ്റ്സ് വാട്ട് മേക്സ് ദ സിനിമ എക്സ്പീരിയൻസ് സ്പെഷ്യൽ, ഐ ഫീൽ. ഇപ്പോഴാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഫ്രണ്ട്സിനൂടെ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ആ 2-3 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ യു ആർ സറെൻഡറിങ് യുവർ സെൽഫ് ടു ദ വേൾഡ് ഓഫ് ദ ഫിലിം.
യുനോ. നമ്മളവിടെ പോകുന്നത് എൻ്റർടൈൻ ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയാണെങ്കിൽ നമുക്ക് അത് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, പല കാര്യങ്ങളും നമുക്കതിൽ നിന്ന് കിട്ടും. പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും, പല എക്സ്പീരിയൻസസും പല ഇമോഷൻസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ടൈപ്പ് ഓഫ് വോയറിസം ആണല്ലോ സിനിമ, യു സീയിങ് ഇൻ ടു അനദർ പേഴ്സൺസ് ലൈഫ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഇൻ എ തിയേറ്റർ ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു കോമഡി ഫിലിം അല്ലെങ്കിൽ ചത്താപ്പച്ച പോലത്തെ ഒരു ഫിലിം വിച്ച് ഇസ് എ കമ്മ്യൂണൽ സാധനം അല്ലേ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു ഹൊറർ പടം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഈ ഇടയ്ക്ക് മറ്റേ കോമഡി അടിക്കുന്നവന്മാർക്ക് അത് ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ്, ദേ ഡോണ്ട് ഗെറ്റ് ദ ഫാക്ട് ദാറ്റ് ഈ ആ ഒരു എക്സ്പീരിയൻസിനെയാണ് നിങ്ങൾ അത് നശിപ്പിക്കുന്നത്, ഡിസ്ട്രോയ് ചെയ്യുന്നത്. ബിക്കോസ് എവ്രി വൺ ഇസ് ദയർ ടു യുനോ ഒരു ടൈപ്പ് ഓഫ് ഒരു സറണ്ടർ ടു ദാറ്റ് മൂമെൻറ്റ്. 2 മണിക്കൂർ നേരത്തേക്ക് യു ഹവ് പെയ്ഡ് മണി, വേറെ ഒന്നുമില്ല. നമ്മൾ ആ ഒരു ഡാർക്ക് റൂമിൽ ഈ ഒരു ലോകത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ആവുകയാണ്. So that's why watching movies in the theater makes a big difference. കോർഡിനേഷൻ എനിക്കൊന്ന് എല്ലാം സ്റ്റക്കായി അതിനുശേഷം വീണ്ടും ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് സിനിമ തിയേറ്റർ റൺ ചെയ്യണമെങ്കിൽ അനുപമ ചോപ്ര പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ ബിസിനസ് ഈസ് നോട്ട് ഗോണ സ്റ്റോപ്പ്. It's not going to stop. I don't think so. I don't think it should stop. ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആ ഓഡിയൻസ് ഡെമോഗ്രാഫിക് മാറുന്നുണ്ട്. ഇപ്പോൾ ഓഫ് കോഴ്സ് ഫാമിലി ഓഡിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരാണ് ഒരു പടത്തിന് ഒരു ഹിറ്റിൽ നിന്ന് ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു 100 കോടി 200 കോടിയിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഫാമിലി ഓഡിയൻസ് ആണ്, എസ്പെഷ്യലി മലയാളം. കാരണം നമ്മുടെ ഓഡിയൻസിന് സൈസ് കുറവാണല്ലോ, ഡെമോഗ്രാഫിക്കലി നമ്മുടെ പോപ്പുലേഷൻ കുറവാണല്ലോ. പക്ഷേ എന്നാലും ഈ യങ്സ്റ്റേഴ്സ് ആർ ലുക്കിംഗ് അറ്റ് cinema as an entertainment medium in a very strong way. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഔട്ടിംഗ് ആയിട്ട് ഒരു അഫോർഡബിൾ ഓപ്ഷൻ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും സിനിമ കാണുന്നത്. വിയർലി ഇനഫ് അഫോർഡബിൾ നോട്ട് ബിക്കോസ് ഇറ്റ്സ് എന്താ പറയുക ഒബ്ജക്റ്റീവ്ലി അഫോർഡബിൾ അല്ല, ബട്ട് കമ്പയർഡ് ടു അതർ ഓപ്ഷൻസ്, കമ്പയർഡ് ടു ഗോയിങ് ഔട്ട് ടു എ പബ്, ഇത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. ഇപ്പോൾ നമുക്ക് പോപ്കോൺ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ മതി. പക്ഷേ ആ 2-3 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ യുവർ എൻ്റർടൈൻഡ്, യുവർ ട്രാൻസ്പോർട്ടഡ്, ആൻഡ് വെൻ യു വാച്ചിങ് ഇറ്റ് വിത്ത് ഫ്രണ്ട്സ് അത് വേറൊരു ഫീൽ തന്നെയാണല്ലോ. അപ്പോൾ അത് ഐ തിങ്ക് തിയേറ്റർ ഫിലിംസ് ഓൾവേസ് വിൽ ഹാവ് എ പ്ലേസ്. ചിലപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിലേക്ക് തിയേറ്ററിലേക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് പടങ്ങൾ ഒരു ടൈപ്പും OTT-യിലേക്ക് വേറെ ടൈപ്പും. ഈ മിഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്മോൾ ബഡ്ജറ്റ് ഫിലിംസിനാണ് ഇപ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ ഓഡിയൻസും കുറച്ചും കൂടെ നേരത്തെ പോലെ ഈ സ്പെൻഡിങ് പവർ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ ഭയങ്കര പിക്കിയാണ് ഇപ്പോൾ സിനിമകളെക്കുറിച്ച്. എസ്പെഷ്യലി കേരളത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ മലയാളം പടങ്ങൾ മാത്രമല്ലല്ലോ, ഇവിടെ നമ്മൾ ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് എല്ലാം കാണുന്ന ഒരു ഓഡിയൻസാണ്. അപ്പോൾ ഇവിടെ ഇൻഫാക്റ്റ് ഞങ്ങളുടെ ചത്താപ്പച്ച ഇറങ്ങാനിരുന്നത് December 19th December 19th അവതാർ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമഡി ഉണ്ടായിരുന്നു, ഓ മൈ ഗോഡ് ഇനി ജെയിംസ് ക്യാമറനെ ഞങ്ങൾ പോയി തോപ്പിക്കണല്ലോ എന്നുള്ളൊരു സാധനം. കാരണം ദാറ്റ്സ് എ ജെന്യുവൻ ഒരു കൺസേൺ. നമ്മുടെ കോമ്പറ്റീഷൻ ജെയിംസ് ക്യാമറോനായിട്ടാണ് കേരളത്തിൽ. അതെ, സത്യം, വിച്ച് ഇസ് എ ഫാക്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ F1 പോലത്തെ ഒരു പടം, ബ്രാഡ് പിറ്റിൻ്റെ പടം, അതിവിടെ പാക്ഡ് ഓഡിയൻസസിൽ ഹൗസ്ഫുൾ ഷോസ് ആയിരുന്നു IMAX-ൽ ഫോർ നോട്ട് ജസ്റ്റ് 1 day, ഫോർ വീക്സ്. അപ്പോൾ അങ്ങനെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു ഓഡിയൻസാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇംപ്രസ് ചെയ്യാനും അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും നമ്മൾ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് റൺ ഓഫ് ദ മിൽ ആയിട്ടുള്ള ഒരു ബേസിക് സാധനം ഇട്ട് കൊടുത്ത് അവരത് എടുക്കൂല ഇന്നത്തെ കാലത്ത്. അങ്ങനെ 1 മാസത്തോളം റിസർച്ച് ചെയ്ത് കണ്ട പടം ഏതെങ്കിലും ഫ്ലോപ്പായി പോയിട്ടുണ്ടോ? നോട്ട് റിയലി കേട്ടോ, ഇല്ല. കാരണം നമ്മൾ അങ്ങനെ അത് ഇപ്പോൾ ഈവൻ പടം മോശമാണെങ്കിലും നമ്മളത് അടിപൊളിയാണെന്നേ പറയുള്ളൂ. അതുകൊണ്ട് പക്ഷേ ആരുമേ പോവാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റ് ചെയ്തൊരു പടം ആക്ച്വലി ഒരെണ്ണം ഉണ്ടായിരുന്നു. മറ്റേ വീഡിയോ ഗെയിമില്ലേ, മാക്സ് പെയിൻ ഇല്ലേ, മറ്റേ ചാടി വെട്ടി വെക്കുന്ന ഒരു വീഡിയോ ഗെയിമുണ്ട്. ആ വീഡിയോ ഗെയിമിൻ്റെ ഒരു പടം ഉണ്ടാക്കിയായിരുന്നു. ആ വീഡിയോ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ പടം പോയി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അതൊഴിച്ച് ബാക്കിയൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. 2 വർഷത്തെ ചെന്നൈ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും എഞ്ചിനീയറിംഗ്, വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ ഇത് വേറെ ഒന്നുമില്ല. ആദ്യത്തെ പടത്തിൽ അങ്ങനെ ഒരു സക്സസ് കിട്ടുക അല്ലെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് റെക്കഗ്നിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴും പലരും നമ്മളെ വിളിക്കുന്നതൊക്കെ കുപ്പി എന്നൊക്കെ തന്നെയാണ്.